നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവൻ എത്ര ബഹളം കൂട്ടിയാലും എവിടെയും നിർത്തുന്ന പ്രശ്നമില്ല. നീ സമാധാനായിട്ടിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലേ മോനെ? അമ്മ എന്നാ ഞങ്ങൾ പോയിട്ട് വരെ. സിദ്ധു, മുത്തശ്ശി പറയുന്നത് കേട്ടോണേ. പക്ഷെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മുത്തശ്ശിയും കേക്കാം. ബൈ. അഞ്ജലിയായിരുന്നോ? പറയടോ. ഒന്നുമില്ല. പിന്നെന്തിനാ വിളിച്ചേ? അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിക്കണോന്ന് തോന്നി. അഭേട്ടന് അത് ബുദ്ധിമുട്ടായോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? താൻ പറയേ. എന്താ ഇപ്പൊ പറയാ? ഹലോ ഹലോ. ഞാൻ കരുതി ഇയാൾ വച്ചിട്ട് പോയെന്ന്. ഇല്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നേ? അല്ല, എന്ത് പറയണോന്ന് ചിന്തിക്കുമായിരുന്നു. ചിന്തിച്ചിട്ട് എന്തായി? എന്തെങ്കിലും വിഷയം കിട്ടിയോ? നമ്മള് തമ്മിൽ ആദ്യമായിട്ടല്ലേ ഫോണില് സംസാരിക്കുന്നത്. അതിന്റെ ഒരു ചമ്മല്. തനിക്കും ചമ്മലൊക്കെ ഉണ്ടാവോ? അന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ ഈ ചമ്മലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അഭേട്ടാ, കളിയാക്കരുത് കേട്ടോ. ശരി ശരി, കളിയാക്കുന്നില്ല. താൻ പറയ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അഭിയേട്ടന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ 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 എന്റെ സഹോദരങ്ങളെ എനിക്ക് ഏറെ ഇഷ്ടം. അവരെ എനിക്ക് ഏറ്റവും പ്രധാനം. ഓ, അത് ശരി. അല്ല, എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? തന്നെ കുറിച്ചെല്ലാം എനിക്ക് മനസ്സിലായി. ഈശ്വര, എന്നെ കുറിച്ച് എന്താ അഭിഷേകം മനസ്സിലാക്കിയത്? ഹലോ, താനോടുണ്ടോ? ഉണ്ട്. അല്ല, എന്നെ കുറിച്ച് എന്താ ബേട്ട മനസ്സിലാക്കിയേ? അത് താനും എന്നെ പോലെ തന്നെ കുടുംബത്തെയും സഹോദരങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. തനിക്ക് കുടുംബത്തോടും പെങ്ങന്മാരോടും അത്ര സ്നേഹമുള്ളതുകൊണ്ടല്ലേ തന്റെ വിവാഹം മുടങ്ങി താൻ അപമാനിക്കപ്പെട്ടിട്ടും ഋഷിയേട്ടനും ഗോപിയയ്ക്കും വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുക്കാനായത്, നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കാനായത്. തന്റെ ഫാമിലി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളുടെ കുടുംബം ശരിക്കും നല്ലതാ. തന്റെ ഗോപി ചേച്ചും ദേവികേച്ചും ഒക്കെ നല്ല സ്നേഹമുള്ളവരാ. നല്ല പെരുമാറ്റം അവരുടേത്. പിന്നെ തന്റെ മുത്തശ്ശൻ എത്ര സോഫ്റ്റാ. ഇയാളോടൊന്ന് റൊമാൻറ്റിക് ആവാന്ന് കരുതിയപ്പോ ഇയാൾ എന്റെ കുടുംബത്തെ വർണ്ണിച്ചോണ്ടിരിക്കുവാണോ? തന്റെ ദേവിക ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ അമ്മേ? അതെ അബേട്ടാ, എന്നെ അമ്മ വിളിക്കുവാ. അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ആ ദേവിക പുരാണം കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. എല്ലാവർക്കും ദേവികയെ മതി. ദേവിക ആ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചാൽ മാത്രമേ അഞ്ജിതയും അഭിഷേകുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഹലോ ദേവിക. കിടന്നായിരുന്നോ?
ഇല്ല, ഇപ്പൊ അത്താഴം കഴിഞ്ഞതേ ഉള്ളൂ. കിടക്കാൻ ഇനിയും കുറെ സമയം എടുക്കും. പറഞ്ഞോളൂ. നാളെ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലൊന്ന് വരാമോ? അതിനെന്താ, വരാല്ലോ. വരണം, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഫോണിലൂടെ പറഞ്ഞോളൂ. എന്താ കാര്യം? അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് തന്നെ പറയണം. ആയിക്കോട്ടെ, ഞാൻ നാളെ വരാം. എന്നാ ഞാൻ ഫോൺ വെക്കാം. അപ്പൊ ഹലോ. എന്തായിരിക്കും ആ അത്യാവശ്യ കാര്യം? മിടുക്കനായിട്ട് നിക്ക്. ഞാനിടാം. ആ. മോനെ, മര്യാദയ്ക്ക് കുസൃതി ഒന്നും കാണിക്കാതെ മുത്തശ്ശി പറയുന്നത് പോലെ അനുസരിക്കണം. മര്യാദയ്ക്കല്ലെങ്കിലേ മുത്തശ്ശി മോനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവില്ല, കേട്ടോ? അത് വേണോ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അമ്പലത്തിൽ പോണം, സ്വാമിയെ കാണണം, പ്രാർത്ഥിക്കണം. എന്നാലേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. കേക്കാം. മിടുക്കനല്ലേ? വാ പോ. വാ. നല്ല കളിപ്പാട്ടം ഒക്കെ വാങ്ങിച്ചു എനിക്ക് തരാം. ബിരിയാണി ആ, വേണം. വാങ്ങിച്ചു തരാം. നിങ്ങൾ രണ്ടാളും കൂടി ഇത് എവിടെ പോവാ? ഞാനത് നിന്നോട് പറയാൻ വരികയായിരുന്നു. ഞാൻ ഇവനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിലേക്കോ? അതെ, ഇവന്റെ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവാൻ ഞാൻ ഇവനെയും കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതി. അമ്മ അപ്പൊ ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് പോവാണോ? അതിനെന്താ, ഞാനും ഇവനും കൂടി പോയി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തിരികെ വരാം. അമ്മേ, അമ്മ തനിച്ച് ഇവനെയും കൊണ്ട് പോയാ ഇവൻ അടങ്ങി നിൽക്കുന്ന അമ്മ കരുതുന്നുണ്ടോ? അതൊന്നും സാരമില്ല. അമ്മയ്ക്ക് മാത്രം ഇവനെ മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വേഗം വരാം. നീ ഇനി എപ്പോഴാ റെഡി ആയിട്ട് വരുന്നേ? നീ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നേരം വൈകും. ദേ, നീ പേടിക്കൊന്നും വേണ്ട, ഇവനെ ഞാൻ കൊണ്ടുപോയിട്ട് വരാം. ഇവൻ അഥവാ അനുസരണക്കേട് കാണിച്ചാലേ ഡ്രൈവർ കൂടെ ഉണ്ടല്ലോ സഹായത്തിന്. പോകുന്ന വഴിക്ക് ഇവൻ അവിടെ ഇറങ്ങണേ ഇവിടെ ഇറങ്ങണം എന്നൊക്കെ ബഹളം വെക്കുവേ. ഇവൻ എത്ര ബഹളം കൂട്ടിയാലും എവിടെയും നിർത്തുന്ന പ്രശ്നമില്ല. നീ സമാധാനായിട്ടിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലേ മോനെ? അമ്മ, എന്നാ ഞങ്ങൾ പോയിട്ട് വരെ. സിദ്ധു, മുത്തശ്ശി പറയുന്നത് കേട്ടോണേ. പക്ഷെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മുത്തശ്ശിയും കേൾക്കണം. കേക്കാം. ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.